നല്ല തുണിയുടെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത്. ഈ അടയാളപ്പെടുത്തിയേക്കണ നെക്കില്ലേ, നെക്കിൻ്റെ ഡിസൈൻ ഏത് ഡിസൈനാണോ കൊടുത്തേക്കണേന്ന് വെച്ചാൽ ആ ഡിസൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ലോക്ക് ചെയ്യണം. ഇവിടെ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്താം. ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് കുത്താം. ഇനി ചെയ്യേണ്ടത് നമ്മൾ വി നെക്കാണല്ലോ, ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. കണ്ടതേ, ഇങ്ങനെ ഒരു വി ഷേപ്പിൽ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ അവിടെ ഇടയായിട്ട് ചെരിച്ചൊന്ന് കട്ട് ചെയ്യാണ്. ഈ സെൻറ്ററിൽ വരുമ്പോൾ നമ്മുടെ സ്റ്റിച്ചും കൊള്ളാത്ത രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ കട്ട് ചെയ്യുക. ബാക്കി എല്ലാവരുടെയും ഇങ്ങനെ ചെരിച്ച് കട്ട് കൊടുക്കും. 2 സൈഡും ആം ഹോളിൻ്റെ അവിടെ നെക്കിൻ്റെ അവിടെ ഇതുപോലെ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ലൈനിങ് തുണി നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ് തുണി നമ്മൾ ഇങ്ങോട്ട് ബാക്കിലേക്ക് നമ്മൾ മറിച്ചെടുത്തു. കണ്ടോ, ഇപ്പം സെയിം കളറിൽ തന്നെയുള്ള ലൈനിങ് തുണി വേണം എപ്പോഴും ഉപയോഗിക്കാനായിട്ട്. എപ്പോഴും ശ്രദ്ധ ഉണ്ടായിക്കോളും. പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലൈനിങ് തുണി പുറത്ത് വരാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ അപ്പുറത്തേക്ക് ആക്കി നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. എപ്പോഴും ഏത് ഡ്രസ്സായാലും നമ്മൾ ഓരോ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഓരോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനും അല്ലാണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട പെർഫെക്ഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ലൈനിങ് തുണി പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. അരികത്തോടു കൂടി ചേർത്ത് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ കോർണർ എത്തി കഴിയുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് തുണി പതുക്കെ റൊട്ടേറ്റ് ചെയ്യാം. നല്ല വൃത്തിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ലേ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നീക്കി ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം.